ഹലോ ഗൈസ്, എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഷെഫ് നൗഷാസ് ഹോട്ടൽ, ബീച്ച് ഹോട്ടലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ബീച്ചിനോടടുത്താണ്. ഇതാണ് ആ ഹോട്ടൽ. റോഡ് സൈഡിൽ തന്നെ, നമ്മളിവിടുന്ന് അങ്ങോട്ട് ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ റോഡ് സൈഡിലായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പകർത്തി. ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതുകൊണ്ടല്ല കാണുന്നതാണ് ആ ബിൽഡിങ്. ഒരു മനോഹരമായ മാവ് അവിടെ നട്ടിട്ടുണ്ട്. അതിൻ്റെ റോഡിലായിട്ട് നല്ല ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു രക്ഷയുമില്ല. വെറൈറ്റി തെറ്റിപ്പൂവ്, റോസ്, ചുവപ്പ്, പല കളറിലുള്ള തെറ്റിപ്പൂവ്. അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്നങ്ങ് വീഡിയോ എടുത്തു. നല്ല ഭംഗിയായിട്ട് ഈ ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നു. തെറ്റിപ്പൂക്കൾ പല കളറിലുള്ളത്, നല്ല ക്രോപ്പ് ചെയ്ത് പല ചെടികളും. ഈ ചെടി ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട്. കിടിലം, നല്ല ഭംഗിയുണ്ട്. ഒതുങ്ങി ഒരു സ്ഥലത്ത് നമുക്ക് അവിടെ കയറി ഇന്നും കാണാം. റോഡിന് നല്ല വീതിയൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് നമുക്ക് സേഫാണ്. അതിനകത്തോട്ട് കയറി നിന്ന് കാണാം. അങ്ങനെ അതിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ പകർത്തി. ഞാൻ ശനിയാഴ്ച ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ചുമ്മാതൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നടന്നപ്പോഴാണ് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ ബിൽഡിങ് കണ്ടത്. ഒരു റെസ്റ്റോറൻറ്റ്, കിടിലം സ്പോട്ടാണ്. ഫുഡ് കഴിക്കാനായിട്ടുള്ള നല്ല താലി മീൽസ് കിട്ടും. കിടില സംഭവമാണ്. ഞാനങ്ങനെ വെളിയിൽ നിന്ന് അതിൻ്റെ ഫോട്ടോസൊക്കെ പകർത്തി. ഇദ്ദേഹം മരിച്ചുപോയെന്നാണ് തോന്നുന്നത്. നൗഷാദ് എന്ന് പറയുന്ന ഒരുപാട് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷെഫാണ്. ഇദ്ദേഹത്തിൻ്റെ പടം കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഇതിൻ്റെ ഭംഗിയൊക്കെ ഗാർഡൻ്റെയൊക്കെ ആസ്വദിച്ച് ഞാൻ അകത്തേക്ക് പതുക്കെ കടന്നു. ഇത് അതിൻ്റെ മുമ്പിലായിട്ട് ഒരു മാവ് നട്ട് വളർത്തിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നിൽക്കുകയാണ്. ചെറിയ മാവും തൈയാണെങ്കിലും അവിടെ ഉള്ള ഐറ്റംസാണ്. താലി മീൽസ് കഴിക്കാനാണ് ഞാൻ കയറിയത്. നോക്കിയാണ് കിടിലൻ ചോറ്, പപ്പടം, പരിപ്പ്, നല്ല മീൻകറി, കിടിലൻ കുറുകിയ സാമ്പാർ, പച്ചടി, ബീട്രൂട്ട് പച്ചടി, മുളക് കൊണ്ടാട്ടം, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതെല്ലാം കണ്ട്, അവിയലും ഉണ്ട്. കണ്ണ് നിറഞ്ഞു. എനിക്ക് നല്ല സന്തോഷം കൊണ്ട് ഞാനതെല്ലാം കഴിച്ചു. താലി മീൽസ്. എന്നിട്ട് ഞാൻ പതുക്കെ നടന്നാണ് പോയത്. ബീച്ചിൻ്റെ സൈഡിലെത്തി. ഉച്ച സമയമായതുകൊണ്ട് അധികം ആളുകളെ ഒന്നും ഈ ഭാഗത്ത് പ്രതീക്ഷിക്കേണ്ട. അങ്ങോട്ടൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. കടൽ ഇങ്ങ് കയറി കിടക്കുകയാണ് ഇവിടെ. ഇത് അതിൻ്റെ സൈഡാണ്. റോഡിലൂടെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലം. കൊക്കൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് കുറേ അങ്ങ് ഉള്ളിൽ ചെന്നു. അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക്. കാരണം നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളായിട്ട് ഒരു 3-4 ദിവസമായിട്ട് നല്ല തണുപ്പും സൂര്യപ്രകാശവും കുറവായിരുന്നു. അന്നേരം ഇവിടെയൊക്കെ പോയിരിക്കാൻ പറ്റിയ ക്ലൈമറ്റ്. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ നടന്നത്. നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രകൾ നല്ലതുപോലെ ആസ്വദിക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ പോവുകയും അവിടെയൊക്കെ കറങ്ങി നടന്ന് നമ്മുടെ പ്രകൃതിയെ കാണുകയും സ്നേഹിക്കുകയും എല്ലാം വേണം. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സൊക്കെ മാത്രം. അതുകൊണ്ട് അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് ഒരു ബസ് വന്നത്. അതിപ്പോൾ കാണാം. ഈ കൂട്ടം കൂടിയൊക്കെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നതാണ്. അവർ അവിടെയൊക്കെ ഇരുന്ന് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഐസ് ഒക്കെ കുടിച്ച് ഇങ്ങനെ ജോളി അടിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 10 രൂപയുടെ കപ്പലണ്ടിയും മേടിച്ച് കുറിച്ചു. താലി മീൽസ് കഴിച്ചെങ്കിലും കപ്പലണ്ടി കണ്ടപ്പം വീണ്ടും കുറിക്കാനുള്ള മോഹം വന്നു. അങ്ങനെ ഞാൻ കപ്പലണ്ടിയൊക്കെ കുറിച്ച് ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ബീച്ചിൽ ചെന്നാൽ എല്ലാവരും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കും. അവരവരുടെ വീഡിയോയും കടലിൻ്റെ വീഡിയോയും എല്ലാം ഇങ്ങനെ എടുക്കും. ഞാൻ ഇവിടെ കരയിലോട്ട് വന്ന് നിന്നും അതിൻ്റെ സമീപത്ത് നിന്നും ഒക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കുറേ ടൂറിസ്റ്റുകൾ വന്നു. ഞാനങ്ങനെ ഒരു ലേഡിയുടെ അടുത്ത് ചോദിച്ചു ഏത് സ്ഥലത്തു നിന്നാണ് വന്നതെന്ന്. അപ്പോൾ പറഞ്ഞു മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നതെന്ന്.
അങ്ങനെയെല്ലാം തമിഴൊക്കെ പറയുന്നവരാണ്. അവർ അവിടെയൊക്കെ കണ്ടും കറങ്ങി നടന്നും ഒക്കെ അവർ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ തിരിച്ച് ഇങ്ങ് വരാനുള്ള പുറപ്പാടിലാണ്. കണ്ട വീഡിയോ ഒന്നും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് കണ്ട കപ്പലണ്ടി കച്ചവടവും എല്ലാം അവിടെയൊക്കെ ഉണ്ട്. വലുതായിട്ടൊന്നുമില്ല, കാരണം ഉച്ച സമയമല്ലേ, വൈകുന്നേരം ആകുമ്പോഴേ ഇവിടെ എല്ലാം നല്ല ലൈവ്ലി ആകത്തുള്ളൂ. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ടൂറിസ്റ്റുകളാണ്. ഒരുപാട് പേരുണ്ട്, ലേഡീസൊക്കെ ഒരുപാടുണ്ട്. വലിയൊരു ടൂറിസ്റ്റ് ബസ്സാണ്. കടൽ ഇഞ്ഞി കരയോടടുത്ത് വന്നിരിക്കുകയാണ്. കണ്ട ഞാൻ ദൂരെ നിന്ന് എടുത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.